മഴ തോരും മുമ്പയുടെ പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താക്കോലൊക്കെ കൊണ്ട് വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അലീന. വാതിൽ വേഗം തുറന്നു കൊടുക്കണം, വേഗം പൊക്കോ എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് നീ പോവാത്ത, നീ പോകണമെന്ന് പറഞ്ഞ് പാണ്ടക്കെട്ടൊക്കെ എടുത്തതല്ലേടിയെന്ന് ചോദിക്കും. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോന്ന് പറയുമ്പോൾ ഞാൻ മാഡത്തിൻ്റെ കാല് പിടിക്കാം, എന്നോട് ഇവിടുന്ന് പോകാൻ പറയരുത്, എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വൈജയന്തിക്ക് എന്തുകൊണ്ടാണ് അലീനയുടെ ഈ മാറ്റം എന്ന് ആലോചിച്ചിട്ട് വൈജയന്തി ആകെ അന്താളിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ കാരണം നോക്കിയൊന്ന് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ അങ്ങോട്ട് ചുറ്റുമ്പോഴത്തേനും മുകളിൽ നിന്നൊരു അട്ടഹാസം കേൾക്കും. തൊട്ടു പോകരുത് അവളെ എന്ന് പറയും. നോക്കുമ്പോൾ ബാലേന്ദ്രനാണ്. അവളെ തല്ല നിനക്കെന്താടി അധികാരം എന്ന് ചോദിക്കും. ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല എന്ന് മുകളിലേക്ക് നോക്കി വൈജയന്തിയും പറയും. വേണ്ട, നിൻ്റെ പേരല്ലെങ്കിലും വൈജയന്തി എന്നല്ല, നിൻ്റെ പേര് വൈജയന്തി എന്നുള്ള പേര് ഞാനേ കൊല്ലപ്പള്ളിയിലെ കൈതയ്ക്കൽ മാളിക വീട്ടിലെ പട്ടിക്കിട്ടിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ വൈജയന്തി വീണ്ടും മിണ്ടാണ്ട് നിൽക്കും. അതിനുശേഷം നമ്മുടെ രാജീവനെ വിളിക്കുന്നുണ്ട്. രാജീവനോട് പറയുന്നുണ്ട്, താക്കോല് കിട്ടിയോന്ന് ചോദിക്കാം. ആ താക്കോലൊക്കെ കിട്ടി, പക്ഷെ അവൾ പോകുന്നില്ല എന്ന്. അതെന്താ എനിക്കറിയില്ല, ബാലേന്ദ്രൻ കണക്കിന് കൊടുത്തു എന്ന് തോന്നുന്നുണ്ട്, ഇവിടെ ഇരുന്ന് മോങ്ങണുണ്ടെന്ന് പറയും. ശരി, നീ വെച്ചോ ഫോൺ, ഞാൻ വരുന്നുണ്ടെന്ന് പറയും. എന്നിട്ട് അവിടെ നമ്മുടെ മനുവിനോടൊക്കെ പറയുന്നേ അവൾ പോണില്ല എന്ന് പറയും. ആര്, അലീനയോ? എന്ന് പറയും. ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയതാണ്, ഇപ്പോൾ പോണില്ല എന്ന് പറയണേന്ന് പറയും. ചെറിയച്ഛൻ ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞാനൊന്ന് പോയി ഒരിക്കൽ കൂടി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയും. ശരി, നീ ഒന്ന് പോയിട്ട് വാ, ചെറിയച്ഛനും അങ്കിളും കൂടി ഇനി ഒരു പ്രശ്നത്തിന് ഇടവരണ്ട എന്ന് പറഞ്ഞ് എന്നാൽ ശരി ഞാൻ പോകാമെന്ന് പറയും. അങ്ങനെ മനു പോകണ്. അപ്പോൾ മനുവിൻ്റെ കാറ് കാണുമ്പോൾ നീ എന്തിനാ വന്നേന്ന് വൈജയന്തി ചോദിക്കും. അവസാന ഒരു സന്ധി സംഭാഷണത്തിന്. നടക്കില്ല മനു, ഇനിയൊരു സന്ധി സംഭാഷണം ഇല്ല എന്ന് പറയും. എന്നാലും വൈജയന്തി അകത്തേക്ക് കയറിപ്പോകും. മനു ആദ്യം തന്നെ മുത്തശ്ശിനെ കാണാൻ പോകുന്നത്. മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇങ്ങനെ വൈജയന്തി പോക്കരും അതുപോലെ തന്നെ ബാലേന്ദ്രൻ പോക്കരും ഒരു യുദ്ധം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ആരൊക്കെ എരിഞ്ഞടങ്ങുമെന്ന് കണ്ടറിയാമെന്ന് പറയും. അതിനുശേഷം കുട്ടികളെയാണ് കാണുന്നത്. അപ്പോൾ ബബിത പറയുന്നത് ഞങ്ങളെല്ലാവരും അമ്മയുടെ പക്ഷമാണ്, ഞങ്ങൾ 3 പേരും അമ്മയുടെ ഭാഗമാണ്, അച്ഛൻ്റെ ഭാഗത്തല്ല ഇപ്പം, അച്ഛൻ്റെ ഭാഗത്തൊരു ന്യായവും ഇല്ല എന്ന് ബബിത പറയുന്നു. അവളെങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം മനോട്ടാ, ഞങ്ങൾക്ക് ഈ വീട്ടിൽ സ്വസ്ഥത വേണം, അവളിവിടെ ഉണ്ടായാൽ അമ്മേനെ അവളെ മുന്നിൽ തോൽക്കണേന്നൊക്കെ പറയും. അത് രോഹിത്താണ് പറയുന്നത്. അതിനുശേഷം ബാലേന്ദ്രനെ കാണാൻ പോകും. ബാലേന്ദ്രൻ പറയും, മനു നിന്നോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അലീനനെ പറഞ്ഞയക്കുന്ന ഒരു കാര്യം മാത്രം നീ എന്നോട് പറയണ്ടെന്ന് പറയും. അങ്ങളെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അലീനനെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ നടക്കില്ല എന്ന് പറയും. മനു പറഞ്ഞ് മുഴിപ്പിക്കുന്നേക്കാൾ മുന്നേ തന്നെ ബാലേന്ദ്രൻ പറയും നടക്കില്ല മനു, നടക്കില്ല എന്ന് പറയും. നീ അതേക്കുറിച്ച് ഒന്നും പറയണ്ടെന്ന് പറയും. അങ്ങനെ പിന്നെ ബാലേന്ദ്രൻ പറയണേ നിനക്കറിയില്ല ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ, നിന്നോടിപ്പോൾ പറയാനും പറ്റില്ല, എന്നോട് ചെയ്ത ചതികൾ ആൾക്കാരെല്ലാവരും കൂടി എന്നെ ചതിച്ചു എന്നിങ്ങനെ പറയുന്നേ. എന്നിട്ടും പറയും ഒരു ദിവസം 50 തവണ ഞാൻ ആലോചിക്കും മരിക്കണോ കൊലപാതകം വേണമെന്ന്, രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതൊക്കെ പറയും. അങ്ങനെ മനു അങ്ങനെ ആകെ അന്തം വിട്ട് പോകണം. അതിനുശേഷം വൈജയന്തിയോട് ചെന്ന് പറയും അങ്കിൾ എടുക്കുന്നില്ല എന്ന് പറയും. അടുത്തില്ലെങ്കിൽ വേണ്ട, അവളെ പറഞ്ഞേക്കാൻ എനിക്കറിയാം, ബാലേന്ദ്രൻ്റെ സമ്മതമൊന്നും വേണ്ട എന്ന് പറയും. കുറച്ചൊന്നും അടങ്ങിക്കൂടെ അതിൻ്റെ എന്ന് ചോദിക്കും. എന്നാൽ പിന്നെ നീ കൊണ്ടോടാ, നീ കെട്ടിക്കൊണ്ടോന്ന് പറയും. ഞാൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, കൊല്ലപ്പള്ളിയിൽ എനിക്കൊരു വീടുണ്ട്, അല്ലാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ് മനു ദേഷ്യപ്പെട്ട് വീണ്ടും മുത്തശ്ശിയുടെ അടുത്തേക്ക് പോണ്. അപ്പോൾ അലീന പോയില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്കും ദേഷ്യമാവണം. മുത്തശ്ശി പറയുന്നത് അവളൊരു ജോലിക്കാരിയല്ലേടാ, അവളുടെ ഉടമസ്ഥയല്ലേ വേണ്ടാന്ന് പറഞ്ഞത്, എന്നിട്ട് പിന്നെ അവളോട് എന്തിനു വാശി പിടിച്ച് നിൽക്കുന്നത്, അത് ശരിയായ നടപടിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ മനുവിന് ദേഷ്യം വരും. മനു പറയും മുത്തശ്ശിക്ക് ഇത്രയും നന്ദില്ലാത്ത പോലെയായോ, ഏത് നിലയിലാണ് എൻ്റെ അമ്മ മുത്തശ്ശിനെ നോക്കിയതും കിടന്നതെന്നും മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടല്ലോ, അലീന വന്നതിന് ശേഷമല്ലേ മുത്തശ്ശിക്ക് ഒരു ജീവൻ വെച്ചതെന്ന് പറയും. ഇവിടെ ആയാലും നേരത്തിന് വെള്ളമൊക്കെ കിട്ടുന്നത് അലീന കാരണമല്ലേ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ശരി തന്നെയാണ് കുഞ്ഞെ, അവളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നല്ല, ഈ വീട്ടിലെ പ്രശ്നം അവൾ കാരണം കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. അങ്ങനെയെങ്കിലും പ്രശ്നം ഒഴിവാണെങ്കിൽ ഒഴിവാവട്ടെ, ഞാൻ എത്രയായാലും അവളുടെ അമ്മയല്ലേ, അവളെ കുടുംബജീവിതം എൻ്റെ കൺമുന്നിൽ കിടന്ന് തീരുന്ന കണ്ടപ്പോൾ വിഷമം കൊണ്ട് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി മനുവിനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മനു അലീനയുടെ അടുത്തേക്കും ചെല്ലുന്നുണ്ട്. അലീന കിച്ചണിൽ ഇങ്ങനെ തല ചായ്ച്ച് ഇങ്ങനെ കിടക്കുന്നു. ഇത്ര അധികം തകർന്നിട്ടില്ല അലീന ഇതിനു മുന്നും. കാരണം താൻ ആരുടെ ജീവിതമാണോ ഭദ്രയാക്കാൻ വന്നത്, അതായത് താൻ കാരണം ആരുടെ ജീവിതം നശിക്കരുതെന്ന് വിചാരിച്ച് എല്ലാം സഹിച്ച് നിന്നത്, പക്ഷേ എല്ലാം അറിഞ്ഞു, തൻ്റെ വായിൽ നിന്ന് വീണ വാക്ക് കാരണം കൊണ്ട് എല്ലാം സാററിഞ്ഞു. ഇനി തൻ്റെ അമ്മനെയും കൂടെ പുറപ്പെടുകയും തനിക്ക് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ താനിവിടെ നിന്നേ പറ്റൂ എന്നുള്ള തീരുമാനത്തിലാണ് അലീന. ഞാൻ മനുവിനോട് പറയുന്നത് തൽക്കാലം മനുവിനോട് ഒന്നും തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു. ഇപ്പം എനിക്കൊന്നും പറയാനില്ല, ഇപ്പം എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല,
സാറ് നാളെ എന്നോട് പോകാൻ പറഞ്ഞ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയുമ്പോൾ അങ്ങനെ മനു അലീനയുടെ മുന്നിൽ തോറ്റ് ഇങ്ങനെ മടങ്ങണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.